Hi dears, it's me MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട പുതിയ SSLC വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ പാർട്ട് 1-ൽ 4 ചാപ്റ്റേഴ്സുകളായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ? ഏതൊക്കെയാണ് ആ ചാപ്റ്റേഴ്സ്? നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം, ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസവും. 2 ഓർഗാനിക് കെമിസ്ട്രി തന്നെയാണ് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്, ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ. 3-ാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ആണ് അല്ലേ? അതൊരു ഇനോർഗാനിക് കെമിസ്ട്രിയിൽ വരുന്നൊരു ചാപ്റ്ററാണ്, പീരിയോഡിക് ടേബിൾ ആണ്. അത് ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമായി ബന്ധപ്പെട്ട് എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ഒക്കെ പഠിപ്പിക്കുന്ന ചാപ്റ്ററാണ്. 4-മതായിട്ട് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്, വാതക നിയമങ്ങളും മോൾ സങ്കല്പനവുമാണ്. ഈ 4 ചാപ്റ്ററുകൾക്ക് ശേഷം എന്തായിരിക്കും തൊട്ടടുത്ത പാർട്ട് 2-ലെ ചാപ്റ്റേഴ്സ് എന്ന് സംശയമുള്ള കുട്ടികളുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം നമ്മുടെ സ്കൂൾ ടീച്ചേഴ്സിൻ്റെ ഹാൻഡ് ബുക്കിൻ്റെ ഇൻഡെക്സിൽ കൊടുത്തിരിക്കുന്നു. ആ ചാപ്റ്റേഴ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. സോ പാർട്ട് 2-ൽ നിങ്ങൾക്ക് വരാനിരിക്കുന്നത് വെറും 3 ചാപ്റ്ററുകൾ മാത്രമാണ്. 5-മതായിട്ട് വരുന്നത് ഇലക്ട്രോ കെമിസ്ട്രിയാണ്, അതായത് വൈദ്യുത രസതന്ത്രം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. 6-മതായിട്ട് മെറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ വരുന്നു. 7-മതായി കോമ്പൗണ്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് അഥവാ വ്യാവസായിക പ്രാധാന്യമുള്ള സംയുക്തങ്ങളെ കുറിച്ചാണ് നിങ്ങളെ പഠിപ്പിക്കാനിരിക്കുന്നത്. സോ 7 ചാപ്റ്ററുകളാണ് ഈ 2025-26 വർഷത്തിൽ പബ്ലിക് എക്സാമിന് വേണ്ടി കെമിസ്ട്രി എന്ന് പറയുന്ന രസതന്ത്രത്തിൽ നിങ്ങളെ രസിപ്പിച്ച് പഠിപ്പിക്കാനുള്ളത്. ആദ്യത്തെ 4 ചാപ്റ്റേഴ്സുകളും നേരത്തെ ടീച്ചേഴ്സ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും, കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്ന അതേ ചാപ്റ്ററുകൾ തന്നെയാണ് അല്ലേ? എന്നാൽ ഈ വർഷവും പാർട്ട് 2-ൽ നിൽക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ചാപ്റ്റേഴ്സുകൾ തന്നെയാണ്. അതായത് കഴിഞ്ഞ വർഷത്തെ ആദ്യത്തെ ചാപ്റ്റർ ആയിരുന്നു പീരിയോഡിക് ടേബിൾ, 2-മത്തെ ചാപ്റ്റർ ഗ്യാസ് ലോസ് ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെ 3-മത്തെ ചാപ്റ്റർ ഇലക്ട്രോ കെമിസ്ട്രി ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെ 4-മത്തെ ചാപ്റ്റർ മെറ്റൽസ് ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെ 5-മത്തെ ചാപ്റ്റർ കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ് ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെ 6-മത്തെ ചാപ്റ്റർ നോമൻക്ലേച്ചറും 7-മത്തെ ചാപ്റ്റർ കെമിക്കൽ റിയാക്ഷനുമായിരുന്നു. എന്നാൽ ഈ വർഷം കഴിഞ്ഞ വർഷത്തെ പാർട്ട് 2-ലെ പാർട്ട് 2 എടുത്ത് ഈ വർഷം പാർട്ട് 1 ആക്കി, കഴിഞ്ഞ വർഷത്തെ പാർട്ട് 1 എടുത്തിട്ട് പാർട്ട് 2 ആക്കി എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും എല്ലാ ചാപ്റ്ററുകളിലും തിയറി പഠിപ്പിക്കുന്നതിൽ ഒരല്പം ഡീപ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ കെമിസ്ട്രിയുടെ 2-മത്തെ ചാപ്റ്റർ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആണെങ്കിൽ, ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങളാണെങ്കിൽ, ആ ചാപ്റ്ററിൽ നിങ്ങളെ പഠിപ്പിക്കാനുണ്ടായിരുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു നമ്മുടെ ഏതായിരുന്നു? പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഈ പോളിമറൈസേഷൻ കഴിഞ്ഞ വർഷം ആകെ പഠിപ്പിക്കാനുണ്ടായിരുന്നത് നമ്മുടെ എന്താ അഡീഷൻ പോളിമറൈസേഷൻ ആയിരുന്നു. ഈ വർഷം കണ്ടൻസേഷൻ പോളിമറൈസേഷൻ, അഡീഷൻ പോളിമറൈസേഷൻ എന്ന് 2ആയി വിഭജിക്കുകയും അതിലേക്ക് നൈലോൺ 6 ഒക്കെ ആഡ് ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഒരല്പം യുണീക്കായിട്ട് പഠിപ്പിക്കേണ്ട പാഠഭാഗങ്ങളാണ്. ആ നൈലോൺ 6 കുറിച്ചാണ് പ്ലസ് 2-വിൻ്റെ കെമിസ്ട്രിയിൽ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. സോ പ്ലസ് 2-വിൻ്റെയും പ്ലസ് 1-ൻ്റെയും സബ്ജക്റ്റുകളിൽ കെമിസ്ട്രിയുടെ ടെക്സ്റ്റ് ബുക്കിലെ NCERTയെ വളരെ കൃത്യമായി ക്ലിയർ ആക്കിക്കൊണ്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടാനാണ് ഈ വർഷത്തെ 10ാം ക്ലാസ്സിൽ ഒരല്പം ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രിക്ക് എനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ടും ഗാൽവാനിക് സെല്ലിൻ്റെ അപ്പുറത്തേക്ക് ഡാനിയൽ സെല്ലും ചിലപ്പോൾ ഫ്യൂവൽ സെല്ലൊക്കെ ആഡ് ചെയ്യാനുള്ളൊരു സാധ്യത എൻ്റെ മനസ്സിൽ കാണുന്നുണ്ട്. നിങ്ങൾ കണ്ടുകൊള്ളൂ, മിക്കവാറും ഫ്യൂവൽ സെല്ല് നമ്മുടെ ഈ വർഷത്തെ 10ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ അതൊക്കെ നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട്. എന്തൊക്കെ ഇരുന്നാലും കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റ് അടിപൊളിയായിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ MS സൊല്യൂഷൻസിന് പറ്റും. MS സൊല്യൂഷൻസിൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ താഴെ സ്ക്രോൾ ചെയ്യുന്നത് കാണാലോ. 4200 രൂപയുടെ ബാച്ച് ഇപ്പോൾ ഓഫർ പ്രൈസ് ഉണ്ട്. 3499 രൂപയാണ്. 48 ഹവേഴ്സോട് കൂടി 48 മണിക്കൂർ കൊണ്ട് ഈ ഓഫർ ക്ലോസ് ചെയ്യും. സോ ഫസ്റ്റ് ബാച്ച് അഡ്മിഷൻസിൽ നിങ്ങൾ പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നിങ്ങൾ അതിലൊരു പങ്കാളിയാവുക. ആദ്യത്തെ ബാച്ചിൽ ഇടം പിടിക്കുക. കാര്യം ആദ്യത്തെ ബാച്ചുകാർക്ക് പിന്നീട് എന്ത് ചെയ്യും, പല ഓഫറുകൾ വരുമ്പോഴും അതൊക്കെ നിങ്ങൾക്ക് ആക്സസിബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ 2.0 എന്ന് പറയുന്ന ഒരു ബാച്ച് വൈകാതെ തന്നെ എന്ത് ചെയ്യും, ഇത് ഫില്ല് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും, പുതിയത് ലോഞ്ച് ചെയ്യും. അങ്ങനെ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളൊക്കെ എക്സാമുകളടക്കം നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. അതുകൊണ്ട് പുതിയ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. MS സൊല്യൂഷൻസിൻ്റെ കൂടെ
ഇണക്കത്തോടുകൂടി പിണക്കമില്ലാതെ പാട്ടും പാടി രസകരമായി കെമിസ്ട്രി ഒക്കെ പഠിച്ച് മുന്നോട്ടേക്ക് പോകാം. എല്ലാ സബ്ജക്റ്റും അവൈലബിൾ ആണ് കേട്ടോ. സോ മറക്കല്ലേ. സോ നിങ്ങൾക്ക് ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ നേരത്തെ അറിയാൻ MS സൊല്യൂഷൻസിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റിയിലെ മെമ്പർ ആവാൻ മറക്കല്ലേ. ഓക്കെ, വീണ്ടും കാണാം. MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.